ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ 4 ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്ക് വീഡിയോക്ക് വേണ്ടി കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് പറഞ്ഞ് നേരം പോണ്ട, നമുക്ക് നേരെ കളിയിലേക്ക് എടുക്കാം. ഇന്ന് ഞാൻ കുറച്ചെണ്ണത്തിനെ പിടിക്കണമല്ലോ. നമ്മുടെ താറിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാവൂ. ഓണാന്നേ, ഓണാവ് പോണാവട്ടെ. അയ്യോ, ഹെഡ്ലൈറ്റ് വെച്ച സ്ഥലം മാറിപ്പോയി. പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കളിയിൽ കിടക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ഏത് ഗെയിം വേണമെങ്കിലും കളിക്കാം. നിങ്ങൾ പേര് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട് നമുക്ക് ഗെയിമൊന്നും പറ്റില്ല ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ. നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സുഖം കിട്ടും. കുറേ പേര് കണ്ടോ, നല്ല അടിപൊളി വീഡിയോ, ഷെയർ ചെയ്ത് കൊടുക്ക്. നിങ്ങളുടെ കൂട്ടുകാരും കൂടെ കണ്ടോ എൻജോയ് ചെയ്യട്ടെ. അവർക്ക് ഈ ഗെയിം ഏതാണെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് ഈ ഗെയിം ഏതാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഓഫ് റോഡ് അഡ്വഞ്ചർ. ഇത് നിങ്ങൾ കളിച്ചു നോക്കേണ്ട ഒരു ഗെയിമാണ്. പക്ഷേ കളിക്കണമെന്ന് ഞാൻ പറയില്ല. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഓരോ അപകടങ്ങളും വരുത്തി വയ്ക്കുന്ന ഒരു ഗെയിമും കൂടിയാണിത്. ഇത് കണ്ട് രസിക്കാനുള്ള ഗെയിമുകളാണ്. കളിച്ചു നോക്കി അപകടങ്ങൾ വരുത്തി വെച്ചാൽ ഓഫ് റോഡ് അഡ്വഞ്ചർ ഒരിക്കലും ഉത്തരവാദിയായിരിക്കുന്നതല്ല. അത് ഞാൻ പറയുന്നത് കേൾക്കോ. അപ്പോൾ ഈ നമുക്ക് വീഡിയോയിൽ കിടക്കുന്ന നമുക്ക് ഇച്ചിരി ഇമോഷണലൊക്കെ ആവണം. പക്ഷേ നമ്മൾ ഇമോഷണൽ ആവില്ല, നമ്മളെപ്പോഴും ഹാപ്പി. അപ്പോൾ നമുക്ക് കളിക്കാം. നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ജീപ്പിൻ്റെ ഒരു വണ്ടിയാണ് ഇത്. പാർട്ട് 7 ആണ് കേട്ടോ. 6 നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. തിങ്കളാഴ്ചയായിരുന്നു 6 ഇട്ടത്. നിങ്ങൾ കണ്ടോയെന്നറിയാൻ പാടില്ല. നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. പാർട്ട് 6 ഇട്ടായിരുന്നു. പാർട്ട് 7 ഉണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. പക്ഷേ നമുക്ക് പാർട്ട് 7 ഈ വണ്ടിയാണ് കേട്ടോ. നമ്മളെടുത്ത വണ്ടി തന്നെയാണ് പാർട്ട് 7 ഈ വണ്ടി. നമുക്ക് ഈ വണ്ടി എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടാത്തതിനെ അറിയാം. ഇട്ടാലും അത് അപ്പം തന്നെ ഓഫായി പോകും ഗൈസ്. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇല്ലേ ഇപ്പം കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിക്കണം എന്നാ കാറിൻ്റെ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ഉത്തരവാണ്, ഈ കാറ് എനിക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ ഓഫായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ കാർ എടുക്കുന്ന വീഡിയോസ് ഒന്നും ഇടാത്തത്. ഈ ടയറിന് വേറെ പണിയൊന്നുമില്ലേ, അതുകൊണ്ടാണ് ഞാൻ കാറിൻ്റെ വീഡിയോസ് എടുക്കാത്തത് കേട്ടോ ഗൈസ്. നമുക്ക് കാർ ഇഷ്ടം പോലെ കിട്ടിയ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു കാർ എടുത്തായിരുന്നു. കാറല്ല, ഒരു ബസ്, മോൺസ്റ്റർ ബസ്സാണ്. നമ്മുടെ ബസ്സിനെ പോലെ ഒന്നുമല്ല. നമ്മൾ അടുത്ത കളിയിൽ പാർട്ട് ഇപ്പോൾ 7 അല്ലേ, പാർട്ട് 8 വരുമ്പോൾ നമുക്ക് ആ ബസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കളിക്കുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പീരീഡ് ആകുമ്പോഴാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നേരത്തെയൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത വണ്ടിയായിരുന്നു. ഹോട്ട് വീൽസ് ഈ വണ്ടി. ഇപ്പോൾ ഒരു ബസ് പോയില്ലേ, ആ ബസ്സാണ് നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടി. നമ്മളെടുത്തപ്പോൾ ആ വണ്ടി നമ്മൾ കുറേ കണ്ടു കേട്ടോ. 1 ഇപ്പോൾ 8 വരെ നമുക്ക് കളിക്കാം. നമുക്ക് ഇത് 8 വരെ എടുക്കാൻ പറ്റുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഊഹിക്കുന്നു 8 എന്നുള്ള കാര്യമാണ് ഞാൻ ഊഹിച്ച് എടുക്കുന്നത്. നിങ്ങളെന്താണെങ്കിലും ഊഹിച്ചോളൂ. എത്ര എണ്ണമാണെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ അതേ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരികയാണെങ്കിൽ അഡ്രസ്സ് അയച്ചു തന്നെ, എന്നാലേ എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റ ബൈ ബൈ സീ യു. അല്ല സോറി, ബൈ ബൈ സീ യു അല്ല, എന്തിനാട്ടെ. അപ്പോൾ നമുക്ക് കളിയൊക്കെ എടുക്കാം. നമ്മളെ അയ്യൂട് ഇവനെന്നടേ നമ്മൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോണ വണ്ടി. നമ്മളൊക്കെ ഈ വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ അരയിലിടിക്കാൻ പോയി നമ്മളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകും. എന്ത് കളിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ആ ഒരു മോൺസ്റ്റർ ബസ് ഉണ്ടായിരുന്നുണ്ടല്ലോ, എല്ലായിടത്തിനും പേടിപ്പിച്ച് ഓടിക്കായിരുന്നു. ഇവനൊക്കെ എന്ത്, നമുക്ക് വെറും ഒന്നുമല്ല ഇവനൊന്നും. നമ്മളൊക്കെ അവനെയൊക്കെ തട്ടി പൊടി തട്ടണ പോലെ തെറിപ്പിച്ച് കൊടുക്കും കേട്ടോ ഗൈസ്. അപ്പോൾ
ഇതിൽ പറയാനുള്ള കാര്യം എന്തല്ലേ, നമുക്ക് പറയുമ്പോൾ തന്നെ കിട്ടുന്നൊരു കാര്യം കൂടിയാണ്. അല്ല എന്നടേ പോയേ ബുഗാട്ടി ചിറോണോ? എന്ത് സ്പീഡായിരുന്നു! 1800 ഹോഴ്സ് പവർ, 440 ടോർക്കും എൻ എം ടോർക്കുമാണ് ആ വണ്ടിക്കുള്ളത്. ആ വണ്ടിയുടെ പേര് ഓട്ടോ ബെസ്റ്റ് എന്തൊക്കെ ഒരു പേര്. എന്തിലാട്ടെ, നമുക്ക് ഇത് കിടക്കുന്നു നമ്മുടെ രണ്ടാമത്തെ സാധനം. രണ്ടാമത്തെ ആണോ അല്ല നാലാമത്തെ സാധനം. നിങ്ങൾ ഉദ്ദേശിച്ച തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ അപ്പോൾ എന്നാന്ന് വെച്ചാൽ പൊക്കട്ടെ, നമുക്ക് കളിയിലൊക്കെ വരാം. കളിയിലൊക്കെ എന്തോരം പ്രാവശ്യം വന്നു. ഇനി എന്നാ കളിയിലേക്ക് പോന്നെ, കളിയിൽ തന്നെയല്ലേ നമ്മൾ. ഞാനൊരു പോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ അയച്ചിടമില്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗായ്സ്. കമൻറ്റ് ചെയ്യട്ടോ, കുറേ കമൻറ്റിങ് കിട്ടോ. അടുത്ത ഗെയിമിൽ നിങ്ങൾ പറഞ്ഞ ഗെയിം നമ്മൾ കളിച്ച് കാണിച്ചു തരും. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓഫ് റോഡ് അഡ്വഞ്ചർ കളിക്കില്ല എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം പറയാം, അത് കളിച്ച് കാണിക്കും. പക്ഷെ ആ പറയുന്ന ഗെയിം ഒരു വട്ടമാണ് കളിക്കുള്ളൂ. അതൊരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ ഗെയിം ഒരു വട്ടമേ കളിക്കുള്ളൂ. അടുത്ത ഗെയിമും നിങ്ങൾ പറയണം. കമൻറ്റിൽ ആദ്യം കിടക്കുന്ന ഗെയിമായിരിക്കും ആദ്യം കളിക്കുന്നത്. രണ്ടാമത് കിടക്കുന്ന ഗെയിം രണ്ടാമത്തെ വട്ടം കളിക്കും. അങ്ങനെ കളിച്ച് പാർട്ടായിട്ടിട്ടുകൊണ്ടിരിക്കുക. ഇതെന്ന് വെച്ചാൽ ഒരു പാർട്ടായിട്ട് തന്നെയല്ലേ. അപ്പോൾ ഇതൊരു എന്നാ പറയുക, നിങ്ങൾക്കിതൊരു ചുമ്മാ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം ഇത് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത ഏത് ഗെയിം കളിക്കണമെന്ന് കമൻറ്റും ചെയ്യണം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ. നമുക്ക് 1K അടിക്കാനുള്ളതാണ്. 1K നിങ്ങൾ പെട്ടെന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു. 1K അടിക്കാനുള്ള 1K സബ്സ്ക്രൈബ്സും വേണം, 1K ലൈക്കും വേണം. നമുക്ക് കുറച്ച് നേരം നമ്മുടെ സെക്കൻഡുകളിലേക്ക് കിടക്കുന്നു. 7:38, 7:40 എത്രയും കണ്ടു. നമ്മളിപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം നിങ്ങളോട് വേണ്ട കേട്ടോ. ഗെയിം കളിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. അത് നമുക്കൊരു ബോറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഗെയിം കളിക്കുന്ന ആൾക്കൊരു ബോറിംഗ് ഉണ്ടാവും എപ്പോഴും. സത്യം പറയാം, എല്ലാവർക്കും ബോറിംഗ് ഉണ്ടാവും. ഇതിപ്പം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ഈ ഗെയിം കളിക്കുന്നത്. എനിക്കൊരു ബോറിംഗ് ആയി തുടങ്ങി. ഞാൻ ഇത്ര ദിവസമൊക്കെ കയറ്റിയിട്ട് അതുകൊണ്ട് എനിക്കൊരു ബോറിംഗ് ആണ് ഈ ഗെയിം. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. വളരെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിമുകളുടെ പേരൊക്കെ കമൻറ്റ് ചെയ്താൽ നമുക്ക് കളിക്കണ്ടേ. അപ്പം നിങ്ങൾ കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്തോളൂ. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സൈഡിലൊരു മാപ്പ് കാണിക്കണുണ്ടോ? ദേ കിടക്കണ ഒരു മാപ്പ്. ആ മാപ്പിൽ നമുക്ക് കാണിച്ചു തരും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷെ ആ ബ്ലാക്ക് കാണിക്കുന്ന സ്ഥലം കണ്ടോ, അങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ മലയിലേക്കൊന്നും നമുക്ക് അനുവാദമില്ല കയറാൻ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കയറാൻ പറ്റില്ല. ഈ ഹെലികോപ്റ്ററും പ്ലെയിനും വാട്ടർ പ്ലെയിനും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ, അതെന്തിനാ അറിയാം, നമ്മൾ ഇതുവരെ പോവാത്തൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ അത് ഫ്രീ അല്ല, നമുക്കത് പൈസ ഈ ഗോൾഡ് കോയിൻസ് നമ്മുടെ കയ്യിൽ 306 ഗോൾഡ് കോയിൻസ് ഉണ്ട്. ഈ 306 ഗോൾഡ് കോയിൻസിൽ നിന്ന് നമ്മൾ എത്രത്തോളം കളിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഈ ഗോൾഡ് കോയിൻസ് കിട്ടും. ഈ റേസിങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഗോൾഡ് കോയിൻസ് നേടാൻ പറ്റുക. അപ്പോൾ ഈ റേസിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ ഉറപ്പാണ് റേസിങ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പം ഞാൻ കാണിച്ചും ഇങ്ങോട്ട് തരാം മറ്റേ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ റേസിംഗ് ആണ്. നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ തോക്കുമെന്ന് ഉറപ്പില്ല, തോക്കുമായിരിക്കും, ഉറപ്പില്ല.
എന്നാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഈ വണ്ടിക്ക് അത്ര സ്പീഡിലെത്തുകൊണ്ടാണ് എനിക്ക് ഉറപ്പില്ലാത്തത്. അതുകൊണ്ട് ആ ബ്ലാക്ക് കാണിക്കുന്ന ആ വലിയ മലയൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് കല്ല് വെച്ചേക്ക് വരും. നമുക്ക് ഈ മലയിൽ എത്ര കയറാൻ ശ്രമിച്ചാലും ഒരു ഷീൽഡ് പോലെ നമ്മൾ ഇടിച്ച് നിൽക്കും, അങ്ങോട്ട് കയറ്റമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു. പാർട്ട് 7 വെച്ച് കാണാം.